ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പോലും അറിയാതെ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്ന് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി എന്താണ് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. പേജ് ഓഫ് കപ്സ്, Magician, 10 of Cups, Knight of Wands, 3 of Wands, Page of Pentacles, Page of Swords, Hanged Man, 9 of Cups, Hierophant, 10 of Wands, Star, 9 of Wands, 6 of Cups, Emperor, King of Swords, 5 of Cups and 5 of Wands. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയില്ലായ്മയോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ പോകുന്നൊരവസ്ഥയായിരിക്കണം. ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലായിരിക്കണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഇവരുടെ പല എനർജീസ് നമ്മൾക്ക് നോക്കുമ്പോൾ അത്തരത്തിലാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല കറൻ്റ്ലി ഇതിനകത്തേക്കുള്ള നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ കാണിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു റിജിഡായിട്ടായിരിക്കാം. അതായത് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളവരുടെ എനർജി അല്ല നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് തീർച്ചയായിട്ടും മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അവരവരെ ന്യായീകരിച്ച് പറയുന്നതോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി നിങ്ങൾ കുറച്ചൊരു ബലം പിടുത്തം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ചിലവർ ബെഗ് ചെയ്തൊക്കെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി, അതുകൊണ്ട് ആ ഒരു പേഴ്സൺ പറയുന്നത് എന്ത് വേണമെന്നുണ്ടെങ്കിലും കേൾക്കാം. സ്വന്തം ഭാഗത്ത് ശരിയാണ്, അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അതൊന്നും ആലോചിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും റെഡിയാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉള്ള ഒരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന എനർജി അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട്, സ്റ്റാൻഡുണ്ട്. ആ ഒരു വ്യക്തിത്വം നിങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഒരു 1000 ഇമോഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചൊരു ബലം പിടിച്ച് ആ ഒരു ജാടയിട്ട് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം നിലവിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടാവാം, ക്ലാരിറ്റി വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിന് എന്തെങ്കിലും ഒരു മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലാണ്. പ്രത്യേകിച്ച് അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലാതെ ഇപ്പോൾ ഫാമിലിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ വ്യക്തികളോട് പറയുമ്പോൾ നിങ്ങൾ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലപാടുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാനായിട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലല്ല ഇവർ പറയുന്നത്. അല്ലാതെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് സംഭവിച്ചിട്ടുള്ള ബന്ധമായിരിക്കും. അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ നല്ലതാണ്. ഈ ഒരു പേഴ്സൺ ഒരു പരിധി വരെ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇവിടെ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ടൊക്കെയാണ് നിങ്ങളവർ കണ്ടിട്ടുള്ളത്.
അതായത് ആ ഒരു ലെവൽ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റൊക്കെ ഒരു പേഴ്സൺ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ അത്രയധികം അവർ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് അവർ മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണോട് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞത് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വല്ല തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ല. അവർ ഇത് സംസാരിക്കുന്ന മൂന്നാമതൊരു വ്യക്തി, അത് അവരുടെ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോടായിരിക്കും. ആ ഒരു ആംഗിളിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതുപോലെയാണ് അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു, നമ്മൾ പറയില്ലേ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് പോലെ, അത്രയധികം ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ്, പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് കുറേ കാര്യങ്ങൾ ലൈഫിലേക്ക് വരുത്തിയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല അത്രയും ആ ഒരു മാഗ്നറ്റിക് എനർജി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളെ വിട്ടു പോരാൻ കഴിയാത്തത്ര രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അത്രയധികം ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ആ ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ ഒരു ഫയറി നേച്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാം. എന്നാൽ നോക്കുമ്പോൾ ഇമോഷണലിയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു മാരേജ് മെറ്റീരിയലായിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്, അങ്ങനെ കപ്പിളായിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ചിലവർ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവാം, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും ഇപ്പോൾ ഉള്ള ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും മാറി നിന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതെങ്കിലും അതിനകത്ത് വളരെ ഡീപ്പായിട്ട് വേണം എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കാറുണ്ട്. ആ ഒരു ആംഗിളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാൽ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അത്രയും വരെയൊക്കെ പോയിട്ടുള്ള പീക്ക് ലെവലിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് വരെ പോയിട്ടൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ നാളത്തെ ഒരു പരിചയമോ കാര്യമല്ല, ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ അത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധം, സ്ട്രോങ് കണക്ഷൻ ആയിട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം ആ ഒരു പേഴ്സണൽ ലൈഫിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെ കമ്മ്യൂണിക്കേറ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ കുറച്ചൊരു മെച്യൂറായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു ആ ഒരു പഴയ ഇഷ്ടത്തോടു കൂടി കാണിക്കുന്നില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക്, അത് നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ കാണിക്കാതെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു വിഷമം, നിരാശയൊക്കെ നമുക്ക് അതും ഇവിടെ കാണാം. ആ ഒരു പഴയ ഇൻറ്റിമസി നിങ്ങൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, അവർ ചിലപ്പോൾ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതിപ്പോൾ കാണിക്കാതെ ആയതിൻ്റെ ഒരു വിഷമവും നിരാശയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ അതും നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ സിൻസിയർ ആയിരുന്നതായിട്ടും ഈ പേഴ്സൺ പറയുന്നുണ്ട്. അതിനൊന്നും അവർക്ക് യാതൊരു തർക്കവുമില്ല. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള എന്ത് പ്രശ്നമാണ്, ഏത് സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾ ഈ ഒരു നില വരെ എത്തിയിട്ടുള്ളതെങ്കിലും അതിനകത്തൊന്നും ആ ഒരു പേഴ്സൺ ഒട്ടും ഒരു എന്താ പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത്രയും ആ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങൾ വളരെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ജെനുവിൻ ആയിരുന്ന പേഴ്സണാണ്, അല്ലെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ട് നിന്നിരുന്നു എന്നുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പല കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കണ്ണടച്ച്, അതായത് ഇപ്പോൾ ചില വ്യക്തികളുണ്ട് കണ്ണടച്ച് സുഖിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, എന്തും പറഞ്ഞ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും പാർട്ട്ണർ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കാത്തവരുണ്ട്. കാരണം അവരെ വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, എന്നും ചിലപ്പോൾ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ അവരുടെ നന്മ ഉദ്ദേശിച്ചായിരിക്കാം, അവർ കറക്റ്റായിട്ടുള്ള ഒരു ആംഗിളിൽ കൂടി പോകണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. ആ ഒരു രീതിയിലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിലൊരു സ്റ്റക്നെസ് ഉണ്ടായിട്ടുള്ളൊരു സമയത്തോ, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങൾ അവരുടെ ലൈഫിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ചിലവരുടെ ലൈഫിൽ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ എൻട്രി ഉണ്ടായിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യലി അവർ സ്റ്റക്കായിരുന്ന ഒരു സമയത്തായിരിക്കാം. അതായത് നമ്മൾ വളരെ ബുദ്ധിമുട്ടായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ആ ഒരു എനർജി, അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചിട്ടുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലവർക്ക് കരിയറിലൊക്കെ ഒരു സ്റ്റക്നെസ് ഉണ്ടാവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന, സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ അവർ കൈപിടിച്ച് കൂടെ കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഒരു
കംഫർട്ട് സോൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു എനർജി എല്ലാം നമുക്കിവിടെ നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ബേർഡൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ടാവാം. അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇടയ്ക്ക് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയത് കാരണം ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പോകുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എത്ര കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ അത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിലവിൽ വളരെ സിംഗിളായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിംഗിൾ എനർജിയിൽ, അതായത് ചില സമയത്ത് നമ്മളോടൊപ്പം ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ വ്യക്തിയായിരിക്കാം, പക്ഷേ ഡിവോഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സിംഗിൾ എനർജി, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറയുന്നത്. മാത്രമല്ല ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ഒന്നും ഒഴിഞ്ഞൊന്നായിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. അവർ പെട്ടെന്നൊന്നും വാടി തളർന്നു പോകുന്ന ആൾക്കാരല്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത് അവർക്ക് ഉണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഭയങ്കരമായിട്ട് പരുക്കനായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നോ, അല്ലെങ്കിൽ ഭയങ്കര തൻ്റേടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ തൻ്റേടമുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പലരെയും പറ്റി പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ അവർക്കൊരു നമ്മളൊരു ബാക്കപ്പ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥയുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ആ ഒരു ലെവലിലേക്കെല്ലാം മാറിപ്പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുന്നത് നിങ്ങൾ ഈ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ബേർഡനായിട്ട് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ്, എങ്കിലും വളരെ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ആംഗിളിലാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ ജാതി മതം അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളിൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാഷ പോലും ചിലപ്പോൾ വ്യത്യസ്തമുള്ള ആൾക്കാരുണ്ടാവാം. അതായത് പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അവർ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ്, ചിലപ്പോൾ ഏജ് വൈസുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവർ കാര്യമാക്കിയിട്ടില്ല. അത്രയും ആ ഒരു പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ കാണുന്ന ആ ഒരു ആംഗിളിലല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിരുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ഇത് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അവരുടെ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. മാത്രമല്ല അവർക്ക് ആ വേണ്ടുന്ന ആശ്വാസം വേണ്ടുന്നപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹീലറായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു കാര്യമൊന്നും അവർ മറന്നു പോയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ടും അവർ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും അതിനപ്പുറത്തേക്ക് കടന്ന് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബന്ധത്തിന് പരിധികൾ നിശ്ചയിക്കുക എന്ന് പറയുന്നത് ആ 2 വ്യക്തികളുടെ മനസ്സനുസരിച്ചിരിക്കും. പക്ഷേങ്കിൽ പുറമേൽ നിന്ന് കാണുന്ന ആൾക്കാർ ഓരോ ബന്ധത്തിനും പരിധികൾ നിശ്ചയിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് അളക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സൊസൈറ്റി. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ ഭേദിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് അവരിത് നോക്കി കാണുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു അന്തരമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു വഴക്കോ സെപ്പറേഷനിലോ എന്തിലെങ്കിലുമൊക്കെ ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത്. ചിലവർക്കത് വളരെ കാര്യമായിട്ടുള്ള ഒരു അകൽച്ചയായിരിക്കാം, ചിലവർക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഒരിക്കലും ചേരാൻ പറ്റാത്ത അത്രയും വഴക്കിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് അവരെ നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. കാരണം അവരൊരുപാട് നിങ്ങളുടെ മെമ്മറീസുമായിട്ട് ഓർത്തിരിക്കുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരുപാട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയിൽ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണാം. സ്റ്റിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ മാറും എന്നുള്ള ഒരു ഹോപ്പിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചൊരു മെച്യൂറായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ജാഡായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോൾഡായിട്ട് റിജിഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് മാറുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതും നമുക്കിവിടെ കാണുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ കാണിച്ചൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവരെ വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇനി ഇത് വീണ്ടും നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചില ഹഡിൽസ് ചാടിക്കിടക്കേണ്ടതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിരിക്കാം. അതായത് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിനകത്ത് നടക്കുന്നുണ്ടാവാം. എന്തായിരിക്കും ഇനി നിങ്ങളുടെ ഒരു പ്രതികരണം എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് വഴങ്ങി നിൽക്കുന്ന ഒരു എനർജി അല്ല ഇവിടെ കാണുന്നത്. അപ്പോൾ അതും അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു പഴയ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊന്നും ഇപ്പോൾ കാണിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥ.
ഒരു പക്ഷേ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടി ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഈ പിക്ചറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു എനർജിയിൽ ആയിരിക്കാം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇവർക്കൊരു വിഷമവും ടെൻഷനും ആയിട്ടൊക്കെ കയറി നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓവറോളായിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുമായിട്ട് വീണ്ടും ഈ ഒരു അകൽച്ച മാറണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോൾഡായിട്ട് അത്രയും അങ്ങോട്ട് ഒരു ഇൻറ്റിമസി കാണിക്കാതെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒരു പരിധിവരെ അവരുടെ ഒരു വിഷമവും നിരാശയും മിസ്സിങ്ങും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഒരു നിങ്ങളോടുള്ള ഓവറോൾ എനർജി എന്താണെന്നുള്ളത്. Ace of Pentacles, Knight of Pentacles, Ace of Wands, Four of Pentacles, Moon, Six of Wands, King of Swords, Star, വീൽ ഓഫ് ഫോർച്യൂൺ. ഇനി നമ്മൾ കൂടുതൽ കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിക്ക് വീണ്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ന്യൂ ഫ്രഷ് ബിഗിനിങ്ങിന് ഒരുപാട് താല്പര്യമുണ്ട്. ആ ഒരു എനർജി നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കാണാം. വളരെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് തിരിച്ചു വരണം എന്നവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അത്രയും കാര്യമായിട്ട് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. കാരണം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ഹീറോസ് റിട്ടേൺ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ അവർ പുറമെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയൊരു ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കുറച്ചൊരു പേടി ആങ്സൈറ്റി ഒക്കെ ഉള്ളൊരവസ്ഥയാണ്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ളൊരു അവസ്ഥയായിരിക്കാം. നിങ്ങളിലേക്ക് ഇനിയും വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യുമോ അവരെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു അകൽച്ചയിലേക്ക് വന്നത് ആ ഒരു കാര്യം ചിലപ്പോൾ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് പുറമെ വലിയൊരു ധൈര്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ആ ഒരു ഫിയർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ അത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോട്ടെ എന്നുള്ളൊരു ആലോചന നമുക്ക് കാണാം. എന്നാൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആക്ഷൻ എടുത്താൽ കൊള്ളാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. കാരണം ഒരിക്കലും ഈ ഒരു പേഴ്സൺ ഇത് മിസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമായിരിക്കാം. നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയണം എന്നായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എന്നിലേക്ക് വന്നാൽ മതി, എന്നിട്ട് റിലേഷൻഷിപ്പായിട്ട് പോകാനേ ഞാൻ സമ്മതിക്കൂ, അങ്ങനെയുള്ള ഒരു ഉറച്ച നിശ്ചയമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ഗഡ്സിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു ആശങ്ക അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. മനസ്സുകൊണ്ട് അവർ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ഓഫർ നിങ്ങൾക്ക് തരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിനകത്ത് അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിലും അവർ സ്വയമേ ഒന്ന് ആശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു റീകൺസിലേഷൻ അവർ ഉള്ളതുപോലെ തന്നെ അവരുടെ മൈൻഡിനെ ശാന്തമായിട്ട് വെക്കാനും ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ആദിയുണ്ട്, ടെൻഷനുണ്ട്, ഫിയർ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കാര്യത്തോടൊപ്പം തന്നെ അവർ തന്നെ അതിനെ ഒന്ന് സപ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് പോകാനായിട്ട് മനസ്സിനെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആയിക്കോട്ടെ, വീണ്ടും ഇതിനകത്തേക്ക് വരാനുള്ള താല്പര്യം ആയിക്കോട്ടെ, അത് അവർ ഒരു വശത്ത് നിന്ന് വളരെ വിഷമിപ്പിക്കുമ്പോൾ മറ്റൊരു വശത്ത് അവർ തന്നെ ഹീലാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതിൻ്റെ ഒരു റൈറ്റ് ടൈമിൽ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരാൻ കഴിയും എന്നുള്ളതാണ്. അവർ ലോജിക് മൈൻഡ് സെറ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇമോഷണലി വളരെ
വിഷമിച്ചും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വേദനകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാൽ അതേസമയം നമ്മൾ ലോജിക് വൈസ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഉത്തരവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ, അതുപോലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പേടിയും കൂടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷനിലേക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു ആപ്റ്റായിട്ടുള്ള ടൈം എത്തിച്ചേരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പോകുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ കറക്റ്റ് ടൈം വരട്ടെ, അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആക്ഷൻ എടുക്കും. ഒരു പക്ഷേ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളൊരു ഫീലിംഗ് ആ ഒരു പേഴ്സൺ ഉണ്ടാവാം, അവരുടെ ഒരു ഫിയർ കൂടി ഉള്ളതുകൊണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ വാക്ക് തർക്കങ്ങളോ ഈഗോ ക്ലാഷസ് കൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയ്ക്ക് പിന്നിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രയധികം ആലോചിക്കുന്നതും. പെട്ടെന്ന് നിങ്ങളിലേക്ക് കയറി വരാനുള്ള ഒരു ഭയം ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനകത്ത് നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരെ പെട്ടെന്ന് ഇതിനകത്ത് ഓവർടേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ സെപ്പറേഷൻ സംഭവിച്ചിട്ടുള്ളവരുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അത്രയും ഉറച്ച ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ആ പഴയ ഒരു ഇൻറ്റിമസി കാണിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും അവരുടെ ഒരു പേടിക്ക് കാരണമാണ്, അല്ലെങ്കിൽ അവരെ ഒന്നും കൂടി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ആരും അറിയാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ച് മാസ്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറമേ കാണിക്കുന്ന ഒരു ധൈര്യമോ അല്ലെങ്കിൽ അത്രയധികം ആ ഒരു ഇതൊന്നും അവർക്ക് ഉള്ളിലില്ല എന്നുള്ളത് കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ തന്നെ അവരെ ഒന്ന് സ്വയം ഹീൽ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇവിടെ കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 10, നമ്പർ 17 ആൻഡ് നമ്പർ 18. ഇനി ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് അക്വേറിയസ്, ടോറസ്, ലിയോ, സ്കോർപിയോ ആൻഡ് പൈസിസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.